അല്ലടാ ജാസിക്കുണ്ടാ, ഞാൻ വേണ്ടെന്ന് വിട്ടാക്കുന്നത് എനിക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ പാടിയ പാട്ടിനെ ഇങ്ങനെ കണ്ടിന്യൂ പാടിക്കൊണ്ടിരിക്കുക, അതിൽ വലിയ മജയില്ല. ഓക്കെ. പിന്നെ നീ പറഞ്ഞത് നിൻ്റെ മറ്റേ സാമിനെ നിനക്ക് ഞാനാ പരിചയപ്പെടുത്തിയേ? അവരേതോ മൂവി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് റോൾ തരുമെന്ന് വെച്ച് നീ പൊക്കി പിടിച്ചുകൊണ്ട് പോയതല്ലേ. പിന്നെ അവർക്ക് ഹീറോയിനായിട്ട് വേണ്ടത് പെണ്ണിനെയായിരുന്നു, കുണ്ടനെയല്ല. അതുകൊണ്ട് അവനെ പറഞ്ഞു വിട്ടെ. അതിൻ്റെ ദേഷ്യമാണ് അവൻ തീർക്കുന്നത്. മൈരൻ എടാ, കുണയ്ക്കുമ്പോൾ കുറച്ച് ലിമിറ്റിന് കുണയ്ക്കും. ഓക്കെ. മാത്രമല്ല, ഇപ്പോൾ ഓൾറെഡി ദുബായ്ക്കാരാവട്ടെ, ഇനിയിപ്പോൾ നാട്ടുകാരാവട്ടെ, സ്വന്തം വീട്ടുകാരാവട്ടെ, എല്ലാവരും നീ വെറുപ്പിച്ചിട്ടായി. നീ പിന്നെ എവിടെ പോയി ജീവിക്കൂടാ? നിനക്കൊന്നും വല്ല ബംഗാളിലും പോകേണ്ടി വരും, മനസ്സിലായോ? അവിടെ പോയി കൂലിപ്പണി എടുക്കേണ്ടി വരും. കാരണം അവിടെ പോയിട്ട് കുണ്ടനടിക്കാനും പറ്റത്തില്ല. ഞാൻ നാട്ടുകാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ പറയുന്നല്ലോ, ഇവന് പെണ്ണുങ്ങളുടെ ഫീലിങ്സ് ആണ്. ഇവനൊരു പെണ്ണുങ്ങളുടെ ഫീലിങ്സും ഇല്ല. ഇവർ ആണുങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, ഇവർ കുണ്ടൻ കപ്പിൾസ്, അതായത് ഗേ കപ്പിൾസാണ്. ഇവർക്ക് ഈ ആണുങ്ങളോട് മാത്രമുള്ളൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, ഈ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ കപ്പിൾസാണ് ഇവർക്ക് രണ്ടുപേർക്കും പെണ്ണുങ്ങൾ വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവന് പറഞ്ഞെങ്കിൽ കല്യാണം കഴിച്ചിട്ട് തന്നെ വിട്ട ഒരാളാണ് അവൻ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആണുങ്ങളായിട്ടുള്ളൊരു ഗെയിമില്ലേ, ആ ഗെയിമിനോടാണ് ഇവർക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ രണ്ടുപേരും, എടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വാടാ. ഞാൻ ഇല്ലാത്ത സമയത്ത് നീ ലൈവ് ഇട്ട് നീ കുണയ്ക്കാതെ. ഞാൻ ഉള്ളപ്പോൾ നീ വാ. ഓർമ്മയുണ്ടോ ബാബയുടെ ലൈവിൽ കയറിപ്പോൾ നീ ഓടിക്കളഞ്ഞത്? പുറി മോനോ മോളോ അണ്ടിയും വെച്ച് മുലയും വെച്ച് നടക്കുന്നില്ല. നിന്നെ എന്താടാ ഞാൻ വിളിക്കേണ്ടത്? എന്നെ പറഞ്ഞുണ്ട് ഞാൻ കൊച്ചിക്കേട്ടാ. നിൻ്റെ ഇല്ലാത്ത കൂതി ഞാൻ അടിച്ച് പൊട്ടിക്കും. പുലരിക്കുണ്ടൻ റംബൂട്ടാൻ തായ്